മധുരമൂറും തേൻതുള്ളി വരിക്കണം. എന്നിട്ട് സ്നേഹപൂർവ്വം ഇവിടുത്തെ ചേച്ചിയുടെ പെങ്ങടെ മോള് ഏഞ്ചല് ഹസ്ബൻഡിന്റെ കയ്യിൽ കൊടുത്തുവിട്ട ചക്ക ഇന്നലെ ഞങ്ങൾ അടർത്തി കുറച്ച് കഴിച്ചു. അതിപ്പോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. മധുരമൂറും തേൻതുള്ളി വരിക്കാം ബണ്ടുപ്ലാവില് ആദ്യമായിട്ട് ഈ വർഷത്തെ ചക്കപ്പഴം പൊളിക്കട്ടെ. എടുക്കുവാട്ടോ. ഫുള്ളെടുക്കണില്ല, കാരണം സമയം ഇച്ചിരി പരിമിതി. വൈകുന്നേരം എപ്പോഴെങ്കിലും ഇനിയിപ്പൊ എടുക്കണം കാണിക്കില്ല കേട്ടോ. കുറച്ച് ഉരിഞ്ഞെടുക്കാന്ന് ഓർത്താ. നല്ല ഉഗ്രൻ ചക്കപ്പഴം ഒരുപാടായി എടുക്കേണ്ടത്. പക്ഷെ നല്ല വിളങ്ങി കളയാൻ നമുക്ക് പറ്റില്ല. മണി ഉച്ചയായി. കൊതി പിടിച്ചിട്ട് ഇന്നലെ തന്നെ കുറച്ച് മുറിച്ചു. അതെ, കൊതി ഇപ്പോഴും മാറിയിട്ടില്ല. ഇത് നമുക്കേ എടുത്ത് വേവിച്ച് വെക്കണം. ഇത്രയും നല്ല ചക്കയല്ലേ, വേവിക്കണ കാണിക്കാട്ടോ. ഇനിയിപ്പോ ഉരിഞ്ഞ് ഞാൻ വേവിക്കണം കേട്ടോ, കാണിക്കോളൂ. നിനക്ക് അടിപൊളി, നല്ല അടിപൊളി സെറ്റപ്പ് അല്ലേ. നല്ല മധുരവുമാണ് കേട്ടോ. നല്ല മധുരം. മഴയൊന്നും പെയ്തിട്ടില്ലല്ലോ, നല്ല സമയമല്ലേ ഇത്. ഞാനത് ഇതൊക്കെ കളഞ്ഞങ്ങ് ഇട്ടേക്കാം. പിന്നെ നിങ്ങൾക്ക് എടുക്കാം. നല്ല സുന്ദരൻ ചക്കപ്പഴ കേട്ടോ. അതെ, പ്രത്യേകം താങ്ക്സ്. കാരണം ഞങ്ങൾക്ക് ഇതുവരെ ഇടിഞ്ചക്ക പോലും കഴിക്കാൻ കിട്ടിയിട്ടില്ല. അപ്പൊ ചക്കയോടുള്ള നമ്മളുടെ പ്രേമം കാരണം കൊച്ചുമല്ലാച്ചൻ പഴഞ്ചക്ക ഇങ്ങനെ കൊണ്ടുവന്നു. ചക്കപ്പഴം കാരണം മിണ്ടാൻ പറ്റുന്നില്ല. അതെ, നിങ്ങളെയൊക്കെ കൊലിപ്പിക്കുവാണേ. ഓക്കെ. അപ്പം ചക്ക ഇനി തേങ്ങ ഇടാൻ പോലും കിട്ടുമോന്ന് അറിയില്ല. ഒരു വലിയ ചക്കയുടെ പകുതി ഉണ്ടായിരുന്നില്ലേ? അതെ, ഒരു വീട്ടിലേക്ക് എടുത്ത് പകുതി ഇങ്ങോട്ട് എന്റെ അടുത്തേക്ക് കൊടുക്കട്ടെ. ഇവിടെ നിന്ന് പറഞ്ഞാൽ ചേട്ടന്റെ വീട് കേട്ടോ. ഇന്ന് വൈകുന്നേരത്തേക്കുള്ളതാണോ? നിനക്കുള്ളതാ. ഞങ്ങൾക്ക് റോ ഫോമില്. ഞങ്ങളിങ്ങനെ ഈ ഇതിലേക്ക് ഇനി ശർക്കരയും തേങ്ങയിലായിട്ട് ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അധികം വേണം. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ തിന്നും. ഞങ്ങൾക്ക് ഇച്ചിരി ശർക്കരപ്പൊടി ഇട്ട് തേങ്ങയും കൂടി ഇട്ട് വേവിച്ച് തരാം. ഇതിൽ സ്നേഹപൂർവ്വം കൊടുത്തു വിട്ടത് സ്നേഹപൂർവ്വം എല്ലാവരും കഴിച്ചു. ഇനി കുറച്ച് ഇരിപ്പുണ്ട്, അത് അരിഞ്ഞ് വേവിച്ച് വെക്കണം. പല പല കാര്യങ്ങളാണ്. വൈകുന്നേരം ആകുമ്പോൾ ആരോഗ്യമൊക്കെ കുറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് വണ്ടികൾ പറമ്പേക്കൂടെ ഓടി മിന്നിപ്പാഞ്ഞ് നടക്കണം. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. കാണിച്ചു തരാം. ഇത് നേരത്തെ കാണിച്ചേക്കണാണ്, പിന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രം. പലയാവർത്തി കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണത്. ചക്കപ്പഴം അരിഞ്ഞ് തേങ്ങ ശർക്കരയിട്ട് വേവിച്ച് കഴിക്കുക. ഞങ്ങളുടെ വീട്ടിലെ ഒരു സ്ഥിരം പലഹാരമായിരുന്നു പണ്ട് കാലത്ത്. ഇവിടെ ഉണ്ടായിരുന്നു. അതിനിവിടെ പറയുന്നത് വിളയിക്കുന്നു എന്നാണ് കേട്ടോ. പിന്നെ ചക്ക അലുവ, ചക്ക വരട്ടിയതൊക്കെ നമ്മൾ വേറെ ഉണ്ടാക്കാറുണ്ട്. അത് ഉണ്ടാക്കിയ വീഡിയോയും ഉണ്ട്. അതെ 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 അതെ, നോക്കിയാൽ കാണാൻ പറ്റും പ്ലേലിസ്റ്റിൽ. ജാക്ക് ഫ്രൂട്ടിന്റെ അതെ 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 കാണാൻ പറ്റും. ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇച്ചിരി ശർക്കര ഇട്ട് നമുക്ക് വേവിക്കാൻ പറ്റും. മധുരം ഉണ്ട്, അതുകൊണ്ട് ശർക്കര കുറച്ച് മതി കേട്ടോ. ഓക്കെ, ഇച്ചിരി വെള്ളം ഒഴിച്ചു, ഇച്ചിരി ശർക്കരപ്പൊടി ഇട്ടു. കാരണം ശർക്കരപ്പൊടി ആകുമ്പോൾ ഇച്ചിരി മധുരം കുറവാ. ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതാണ്. ലേശം മതി. അപ്പം ഇതിട്ട് വേവിക്കുക. എന്നിട്ട് സ്വല്പം തേങ്ങ അരണ്ടി ഇടുക കേട്ടോ. തേങ്ങ അരണ്ടി ഇട്ട് വെച്ച് പിന്നെ ഒന്ന് ചൂടാവുകയാകാവുള്ളൂ. ഇതിട്ട് നന്നായിട്ട് വേവിക്കണം. അതിന് ശേഷം കാണിച്ചു തരാം. കാണിച്ചിട്ടുള്ളതാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു ഈവനിങ് സ്നാക്ക് അല്ല, മിന്നം കിട്ടിയതല്ലേ ഈ വർഷത്തെ ചക്ക. ഞാൻ ഇച്ചിരി ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത്, മധുരം കുറവായ കാരണം കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇതിന് മധുരം ഉണ്ട് ചക്കയ്ക്ക്. പക്ഷേ തേങ്ങയും കൂടെ ഇടുമ്പോ ഇച്ചിരി മധുരം ഇല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി നമുക്ക് തേങ്ങയും കൂടെ ചേർക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ചക്ക വിളയിച്ചത്, നമ്മുടെ ഭാഷയിൽ പറയണത്. നിങ്ങളിതിനെന്താ പറയണേന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. എല്ലായിടത്തും ഈ രീതി ഇല്ലായിരുന്നു. അതെ 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 അതെ. പിന്നെ ചക്കപ്പഴം ഉണങ്ങിയേച്ച് ശർക്കര ഉണങ്ങി ഭരണികളിലൊക്കെ ആക്കി പഴയ കാലത്ത് അമ്മച്ചിമാർ വെച്ചേച്ച് അത് ശർക്കര ഉരുക്കിയ പാനിയിലിട്ട് കഴിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം തിരുമറിയ മറ്റേ അമ്മ പ്രായമായ ഗ്രാൻഡ് മദർ അങ്ങനെ ഉണ്ടാക്കുമായിരുന്ന. ഉണക്കി ശരിക്ക് വേനൽക്കാലത്ത് വരിക്കച്ചക്ക കുരുകുരുന്ന് അരിഞ്ഞേച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചേച്ച് ഈ വറക്കാൻ പാകത്തിന് നീളത്തിലരിയും. ചക്കപ്പഴം വെട്ടി അത് എരിമാമക്കടെ അരിയണം. എന്നിട്ട് അത്
ഭരണിയിലാക്കി വെക്കും. എന്നിട്ട് ശർക്കര ഉരുക്കി പാനി ഉണ്ടാക്കും. ആ പാനിയിലേക്ക് ഉണങ്ങിയിരിക്കണ ചക്കപ്പഴം ഇട്ട് ചക്കപ്പഴം ഒക്കെ തീരണ സീസണിൽ ഞങ്ങൾക്ക് തിന്നാൻ തരും. നല്ലതാണ്. നോക്കട്ടെ, പറ്റുമെങ്കിൽ കാണിക്കാം. വരിക്കച്ചൊക്കെ ആയിരിക്കണേ, വെയിലും ഉണ്ടാവണം. അല്ലേ, തേങ്ങ ഇടുക കേട്ടോ. ചിരണ്ടി വെച്ചിരുന്ന കേട്ടോ, അതാ മുറിയിൽ തന്നെ ഇരുന്നതാ. അല്ല, അതിൽ വെച്ചത് ഉച്ചക്ക് കണ്ടില്ലേ, പെട്ടെന്ന് തോരൻ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള തേങ്ങ അതിലേക്ക് എല്ലാം ഇട്ട് വെച്ചത്. അത് വെള്ളം തിളച്ചോളൂ ചായക്ക്. നീ തണുത്ത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ എടുത്തോ. ഒരു ഏലക്കായും കൂടെ ഞാൻ ചതച്ചിട്ടേക്കാം ചായ തികത്തി കഴിഞ്ഞിട്ട് കേട്ടോ. ചേട്ടന്മാർക്ക് ചായ കൊടുക്കണം, നമുക്ക് ചായ തികക്കണം. ഇങ്ങനെയൊക്കെ തിരുപ്പാല് വെച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, കഴിക്കുമ്പോൾ കാണിക്കാം. ഒരു ഏലക്ക ചതച്ചിട്ടേക്കാം. ഇവിടെ ചക്ക വിളയിച്ചത്, അവിടെ ചായ. ചക്ക വിളയിച്ചത് പാത്രത്തിലാക്കണതിന് മുമ്പ് തിന്നോണ്ടിരിക്കുക കേട്ടോ. അല്ലാതെ ഇവിടെ ഇരുന്നായിരിക്കും മിക്കവാറും തിന്നലുണ്ടാവുക.